ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഡാഡോ ഇന്നലെ കെട്ടിയിട്ട് വന്ന കണ്ണൊക്കെ അയച്ചിട്ടോ. നമുക്ക് രാവിലെ അഴിക്കാൻ പറഞ്ഞവര് വൈകിട്ട് വന്ന് രാവിലെ അവര് കണ്ണ് കെട്ട് അഴിക്കാൻ പറഞ്ഞ്, എന്നിട്ട് നമ്മളോട് പിന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ ഇട്ട് ഓയിൽമെന്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓയിൽമെന്റ് മരുന്ന് എല്ലാം ഇട്ട് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച നമുക്ക് പോകേണ്ടത് ഡോക്ടറെ അടുത്ത്. ഇനിയിപ്പോൾ നാളെ പോയാൽ നല്ലപോലെ മുറിവ് ഉണങ്ങിയിട്ട് ഉണ്ടാവണേ പടച്ചോനെ. അപ്പോൾ പടച്ചോനോട് പറയാനല്ലേ പറ്റും നമുക്ക്. അപ്പോൾ നാളെ പോയാൽ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പിന്നെ ലെൻസ് ഇടണം, പിന്നെ ഇടങ്ങേറാണ്, പൈസ ചിലവാണ്. അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് രണ്ടാളും ഭയങ്കര ടെൻഷനിലാണ്. എന്താ ചെയ്യുക, ടെൻഷൻ അടിച്ച് ഇനിയിപ്പോൾ ഇന്നലെ മുതൽ എനിക്ക് നല്ല തലവേദനയാണ്. ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് എനിക്ക് തലവേദന. പിന്നെ എൻ്റെ മുഖം ഒന്ന് വാടി എനിക്ക് എന്തെങ്കിലും വയ്യാകാന്ന് കണ്ട ഇക്കാകെ ടെൻഷനാവും. അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇക്കാടെ കാര്യങ്ങൾ. പിന്നെന്താ, നമ്മൾ തമ്പനയിൽ കൊടുത്ത പോലെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് വരുന്നുണ്ട്. അതിന് കറക്റ്റായിട്ടൊരു റീപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല. ഇക്കാക്ക് ആരുമില്ലേ. അതുപോലെ ഇൻസ്റ്റയിൽ നമുക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലവ് മാരേജ് ആണോ, നിങ്ങൾക്ക് ഫാമിലിയിൽ ആരും ഇല്ലേ, സപ്പോർട്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലവ് മാരേജ് ആണോ, ഓടി വന്നതാണോ, എന്താണ്, ഫാമിലി ആരും ഇല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഉത്തരം ഇന്ന് കൊടുക്കാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. ഞങ്ങൾ ലവ് മാരേജ് തന്നെയാണ്. പക്ഷെ ഓടിപ്പോയതും കല്യാണം കഴിച്ചതും ആരും ഇല്ലാതെ കല്യാണം കഴിച്ചതൊന്നുമല്ല കേട്ടോ. സ്നേഹിച്ച് 7 വർഷത്തോളം സ്നേഹിച്ച് അതിനുശേഷം കല്യാണം കഴിച്ചവരാണ് ഞങ്ങൾ. വീട്ടുകാരുടെ എല്ലാവരുടെയും അറിവോടുകൂടി കല്യാണം കഴിച്ചവരാണ്. പക്ഷെ നിലവിൽ ഇക്കാക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നിലവിൽ ഇക്കാക്ക് ഇപ്പോൾ വേറെ ആരും ഇല്ല എന്ന് വേണം പറയാൻ. അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാ എല്ലാം പറയുന്നതാണ്. എന്താ പിന്നെ ലവ് മാരേജ് ആണ് കേട്ടോ. അതിനുള്ള ഒരു തെളിവ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് എപ്പോഴാണ് പ്രയോഗിക്കുന്നത്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇക്കാനെ ആദ്യമായിട്ട് കാണുന്നത്. 10ാം ക്ലാസ് ഏകദേശം കഴിയാനാവുമ്പോൾ ഇക്കാടെ മാമന്റെ മോള് അവിടെ ഞാൻ പഠിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇക്ക അന്ന്, അതായത് ഇക്കാടെ 10ാം ക്ലാസ് കഴിഞ്ഞ് 15 വയസ്സിൽ ഇക്ക 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് അതോടുകൂടി ഇക്കാടെ വീട്ടില് ഇക്കാടെ ഇപ്പയും ആയിട്ട് ചെറിയ പ്രശ്നം. അന്നും ഇക്കയും ഇക്കാന്റെ ഇപ്പയും തമ്മിൽ യോജിക്കാതെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇക്കാടെ ഉമ്മാടെ വീടാണ് ഇവിടെ വന്ന് 15 വയസ്സിൽ ഇക്ക വന്നതാണ്. ശേഷം കല്യാണം കഴിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഞാനല്ല പോയി, ശരിക്കും ഇക്കാനെയും കൊണ്ട് ഞാനാണ് പോയത്. അങ്ങനെയായിരുന്നു കഥ. എന്താന്ന് വെച്ചാൽ 15 വയസ്സിൽ ഇക്ക അവിടെ നിന്ന് വന്നതാണ്. അവിടുത്തെ യോജിക്കാതെ ഉമ്മാടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്ന് ഉമ്മാടെ വീട്ടിലായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ കണ്ട് ഇക്കടെ മാമന്റെ മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇക്ക ഓർമ്മ മാമയുടെ മോളിലെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ഇക്ക ഓട്ടോയിൽ വന്ന്. ഇക്ക അങ്ങനെ പിന്നെ പഠിച്ചൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ വാപ്പാനോട് തെറ്റി വന്നപ്പോൾ പിന്നെ പഠിപ്പൊക്കെ പോയി. പിന്നെ മാമന്മാരൊക്കെ ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ അവരുടെ അതേ തൊഴിൽ തന്നെ ഇക്കയും പഠിച്ച് ഡ്രൈവിങ് പഠിച്ച് പിന്നെ ഒരു ഓട്ടോ ആയിട്ട് ഇക്ക അങ്ങനെ പിന്നെ അതിനു മുമ്പ് ബേക്കറിയിൽ നിന്നിട്ടുണ്ട്. പിന്നെന്താ പെയിന്റിങ് പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനെ അവസാനം വന്നെത്തിയത് ഡ്രൈവിംഗ് തൊഴിലിൽ തന്നെയാണ് വന്നെത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇക്ക സ്കൂളിൽ കൊണ്ടാക്കാൻ വന്ന്. അങ്ങനെയാണ് ഞാൻ ഇക്കനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഇക്കാനെ ഞാൻ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അങ്ങനെ എൻ്റെ സ്കൂൾ ബസ് പോകുമ്പോൾ ഇക്ക അവിടെ അവരുടെ സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ കണ്ടു. അങ്ങനെ കണ്ട് പിന്നെ അത് അങ്ങനെ പ്രേമമായി, ഇഷ്ടമായി. പിന്നെ ജീവിതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അന്ന് ഇതിന്റെ തമ്പനയിൽ കണ്ട കാര്യങ്ങൾ കാണണ്ട. എന്താന്ന് ഇതാട്ടോ, ഞങ്ങള് 2008 ഞങ്ങളാണ് കേട്ടോ. കാണുന്നറിയില്ല, കാരണം എന്റെ ഫോണ് ഡിസ്പ്ലേ പോയതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ്. കണ്ടോ,
അന്ന് ഞങ്ങള് ആരും അറിയാതെ, വീട്ടുകാരൊന്നും അറിയാതെ, ഞാൻ ഇതെടുക്കുമ്പോ ഞാന് +2 പഠിക്കണം കേട്ടോ. +2 പഠിക്കുമ്പോ അവിടെ ഒരു ഫംഗ്ഷന് സാരി, തേങ്കുറിശി, നമ്മുടെ പാലക്കാട് തേങ്കുറിശി പറഞ്ഞൊരു സ്ഥലത്താണ് +2 പഠിക്കണ്. അപ്പൊ ആരും അറിയാതെ ഞങ്ങള് എന്താ പറയാ, അവിടുത്തെ ഒരു ഫംഗ്ഷന് സാരി ഉടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സാരി ഉടുത്ത ദിവസം എന്തായാലും ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഇക്ക അങ്ങോട്ട് വന്ന് അവിടെ സ്കൂളിന്റെ തൊട്ടുള്ള ഒരു തൊട്ടുള്ള ഒരു സ്റ്റുഡിയോന്ന് തന്നെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അത് ഞങ്ങള് പിന്നെ അങ്ങനെ സൂക്ഷിച്ചു വെച്ച്, പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ച്. ഇതാണ് ആ ഫോട്ടോ, എല്ലാരും കണ്ടോ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം തീർന്നിട്ടുണ്ടാവും, ഞങ്ങൾ ലവ് മാരേജ് ആണോ എന്താണ് എന്നുള്ള സംശയം തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു കാര്യത്തിൽ തീരുമാനമായി, ലവ് മാരേജ് ആണ്. ഇനി അടുത്തൊരു കാര്യം, ഇക്കാക്ക് ആരുമില്ല, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. ഇക്കാക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. നിലവിൽ ഇക്കാക്ക് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതിനും കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വരുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ അതൊക്കെ പറയാനും ടെൻഷൻ ആവാനും, പിന്നെ പൊതുവെ എന്താണെന്നറിയില്ല, കാരണം ഞാൻ അത്രയും വേദനിച്ച് വന്ന കുറച്ച് മാസങ്ങളാണ് ഈ കടന്നു പോയത്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരും. ചിലപ്പോൾ എൻ്റെ കണ്ണ് നിറയും, കരഞ്ഞു പോകും. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ഞാനും ഇക്കും നല്ല ടെൻഷനിലാണ്, നല്ല വിഷമത്തിലാണ്. ഇങ്ങനെ സംസാരിക്കണമെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ നല്ല വിഷമത്തിലാണ് ഇക്കാടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അതിനിടയിൽ കൂടെ ആ കാര്യങ്ങളും കൂടെ പറയുമ്പോൾ എന്താ പറയാ, ചിലപ്പോൾ ഞാൻ കുറച്ച് സെന്റിമെന്റിൽ ആവും. കാരണം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട്, അത്രയും ഞാൻ വിഷമിച്ചിട്ടുണ്ട്, അത്രയും ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്, എന്നെ അത്രയും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. അപ്പൊ ഇന്നിപ്പോ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ കരഞ്ഞ് എന്താ പറയാ, ഞാൻ കരഞ്ഞ പിന്നെ ഇക്കാക്ക് വിഷമാവും, പിന്നെ അങ്ങനെ മൊത്തത്തിൽ വിഷമാവും, നിങ്ങളെ വിഷമിക്കണം. അപ്പൊ അതൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുന്നതാണ്, എന്തുകൊണ്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ ഒറ്റപ്പെട്ടു, ഇക്കാടെ ഫാമിലിയിൽ ആരും തന്നെ ഇല്ലാതെ. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കാനൊരു കാരണമുണ്ട്, എനിക്കറിയാം. ഇത്രയും ഇതേ ചോദ്യം ഇൻസ്റ്റയില് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഹോസ്പിറ്റൽ വീഡിയോയിൽ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ, എന്താണെന്ന് ചോദിച്ചാൽ. എന്നിട്ട് ഞാൻ ഇൻസ്റ്റയിലുള്ളവർക്ക് അറിയാം, അതിൽ ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്, എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഉള്ള എന്റെ 12,000 അടങ്ങുന്ന 13,000 ആവാൻ പോകുന്നു കേട്ടോ നമ്മുടെ ഫാമിലി. 12,000 അടങ്ങുന്ന എന്റെ ഫാമിലിക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തോ പ്രശ്നമാണത്, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു എന്നറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ പറയുന്നതായിരിക്കും. അത് പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നടന്ന സംഭവങ്ങൾ തന്നെയാണ് എല്ലാം നടന്ന സംഭവങ്ങളാണ്. ഞാൻ അതുകൊണ്ടാ പറയാ, അതായത് ഞാൻ ചിരിക്കുന്നു കളിക്കുന്നു എല്ലാം ശരിയാണ്, പക്ഷെ എന്റെ ഉള്ളില് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. അതെല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇക്കാക്ക്, മക്കൾക്ക്, എല്ലാവർക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. കാരണം ഞാൻ അത്രയും വിഷമം അനുഭവിച്ചു, അത്രയും ഒറ്റപ്പെടല് ഞാൻ അനുഭവിച്ചു. എല്ലാത്തിനും അതിൻ്റെതായ കാരണം. ഞാൻ എപ്പോഴും പഠിച്ചവനോട് ഞാൻ ചോദിക്കും, ഞാൻ ചെയ്തതിൽ അത്ര വലിയ തെറ്റാണോ? ഞാൻ എൻ്റെ ഇക്കാനെ പൊന്നുപോലെ നോക്കി, എന്നാൽ കഴിയുന്ന അത്രയും ഇക്കാക്ക് യാതൊരു കുറവും വരുത്തിയിട്ടുണ്ടൊക്കെ. ഇന്ന് വരെ എൻ്റെ ഇക്കാക്ക് യാതൊരു കുറവും വരുത്താതെ എൻ്റെ ഇക്കാനെ ഞാൻ പൊന്നുപോലെ നോക്കി. ആ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം, ഇക്കാടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ പ്രതിഫലം വലുതാണ്, കുറച്ചൊന്നുമല്ല, വലുതാണ്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ഞാൻ ഒരുപാട് വിഷമത്തിലാവും. അതുകൊണ്ടാണ് പറയാത്തത്, വേറെ ഒന്നുമല്ല. അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ, ഞാൻ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നതാണ്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഞങ്ങൾ ലവ് മാരേജ് ആണ്. 2008 നമ്മുടെ പ്രേമം തുടങ്ങുന്നത്. ഇന്നിപ്പോ 2025 ആയിരിക്കുന്നു. ഇന്നും ഞങ്ങൾ പ്രണയിച്ചു കൊണ്ട് നടക്കുന്നു, ഇല്ലക്ക? അന്ന് എന്റെയൊക്ക ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും എന്റെയൊക്കെ ഓട്ടോക്കാരനുമായിരുന്നു. അന്ന് ചെറിയ വയസ്സിൽ ഞാൻ പറഞ്ഞില്ലേക്ക, അവിടെ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഫോൺ വിളിച്ചല്ലേ
വഴക്കുണ്ടായിട്ട് ഇറങ്ങി വന്ന് 15 വയസ്സിൽ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇക്കാടെ ഉമ്മാടെ നാടാണ് കേട്ടോ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രണയം. ഇക്ക മണ്ണാർക്കാട് താലൂക്ക് എടക്കുശി വരുന്ന സ്ഥലത്താണ് കേട്ടോ, പാലക്കാട് ജില്ലയിൽ തന്നെ. അപ്പോൾ അവിടെ കിടക്കണക്കും ഇവിടെ കിടക്കണ ഞാൻ എങ്ങനെ പ്രണയിച്ചു എന്നുള്ള ഡൗട്ട് വേണ്ട. ഇക്ക 15 വയസ്സിൽ വന്നതാണ്, പിന്നെ ഇവിടെയാണ് ഇക്ക താമസം. അങ്ങനെയാണ് ഞങ്ങൾ കണ്ട് പ്രണയിച്ചത്. പ്രണയം വല്ലാത്തൊരു സംഭവമായിരുന്നു. എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോ നല്ലൊരു ലവ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. നമ്മൾ പ്രണയ വിവാഹമാണോ, എന്തുകൊണ്ട് ഫാമിലി ആരും ഇല്ല, എന്താണ് ഓടി വന്നതാണോ, എന്താണ്, അതിനൊക്കെ ഉള്ളൊരു ഉത്തരം മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി, ഒരു എന്താ പറയാ, ഞങ്ങൾ രണ്ടാൾക്കും കൂടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, വിഷമവും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ എല്ലാവരും കമന്റ് ചെയ്യാട്ടോ, നമ്മുടെ ലവ് സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങള് വിഷമങ്ങളുണ്ട് എന്നാലും ഓക്കെയാണ്. എല്ലാവരും ദുആ ചെയ്യുക. എൻ്റെ ഇക്കാടെ കണ്ണ് നാളെ പോകുന്നുണ്ട്. ഇൻഷാല്ലാ നാളെ ഞാൻ പോയിട്ട് കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ് നിങ്ങളെ. എന്താണ് കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയട്ടെ. ഡോക്ടർ എത്രയും പെട്ടെന്ന് അത് മാറി കിട്ടണം പറഞ്ഞിട്ടുണ്ട്. പഴുപ്പൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ ലെൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നടക്കേണ്ടി വരും, അറിയാലോ. അതൊക്കെ നമുക്ക് ചെലവ് കാര്യങ്ങളാണ്. ഇന്നിപ്പോ നമുക്ക് അത് നടക്കില്ല. കാരണം എന്താന്ന് വെച്ചാ 850 രൂപയോളം ഉണ്ട് ഒരു ലെൻസിന്. അത് ചെറിയ ഇളകിപ്പോയ വേറെ ഇടണം. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് പ്രയാസം തന്നെയാണ്. അപ്പൊ അതിനൊന്നും ഇടയില്ലാതെ എൻ്റെ കാട കണ്ണിലെ മുറിവൊന്ന് ഉണങ്ങി കിട്ടണേ റബ്ബേ എന്നുള്ള തേട്ടത്തിലാണ്. അപ്പൊ എല്ലാവരും, ഞാൻ മാത്രല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ലക്ഷങ്ങള് ഇൻസ്റ്റയിലുണ്ട്, അതുപോലെ തന്നെ ആയിരങ്ങള് എനിക്ക് യൂട്യൂബിലുണ്ട്. എനിക്ക് അതായത് ഞാന് എൻ്റെ കാനെ നോക്കി എന്നാൽ കഴിയണ മാക്സിമം ഞാൻ നോക്കി. എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എൻ്റെ വേദനകളും എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ പിടിച്ചു നിന്ന് ഇക്ക എന്ന് പറഞ്ഞ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പ്രതിഫലം വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രതിഫലമാണ് ആ ഭാഗത്തു നിന്ന് കിട്ടിയത്. അപ്പൊ എനിക്കൊരു വിഷമുണ്ടായിരുന്നു. റബ്ബേ എന്താ എനിക്ക് ഇങ്ങനെ ഒരു വിധി വന്ന്. എല്ലാവർക്കും നോർമൽ ആയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്നു, ആ അസുഖം ആ കുടുംബത്തോടെ എല്ലാവരും അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അസുഖം എൻ്റെ ഇക്കാക്ക് തന്നു, അതോടുകൂടെ ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് തന്നു, അതോടുകൂടെ ഒറ്റപ്പെടുത്തല്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ പടച്ചവൻ ഒറ്റപ്പെടുത്തി. ഇക്കാടെ കാര്യത്തിൽ നീയാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം തോന്നി, എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമം തോന്നലുണ്ട്. എന്നെ എന്താ പറയാ, ഒരു സമയത്ത് എന്നെ സ്നേഹിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ജീവിച്ച് പലതും സംസാരിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് പോയവര്, അതായത് നമ്മൾ നല്ലപോലെ പോയവര് ഒരു സമയം ശത്രുക്കളാവുക പണത്തിന്റെ പേരില്. എന്താ പറയാ, മുഖങ്ങൾ എത്ര പെട്ടെന്ന് മാറിയെന്നറിയോ, എത്ര പെട്ടെന്ന് മുഖങ്ങൾ മാറിയത് ഞാൻ അടുത്തറിഞ്ഞവളാണ്. മുഖങ്ങൾ പെട്ടെന്ന് മാറി. നമ്മളൊരു പറ്റാത്തവരായി, നമ്മള് ആകാത്തവരായി. കേറി ചെന്ന നാള് മുതൽ ഞാൻ ആകാത്തവളാണെന്ന് പറഞ്ഞ് അപ്പോ ഞാൻ ആകാത്തവളായതുകൊണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകാത്തവളായതുകൊണ്ടാണ്. പോട്ടെ പറഞ്ഞല്ലേ, പോട്ടെ പറഞ്ഞ് അങ്ങനെ വിട്ടു. ശരി, ആക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വർത്താനത്തിലോട്ട് പോയാൽ എനിക്ക് വിഷമം തരും. ഇന്നും ഞാൻ എൻ്റെ കാര്യം പറയും. എനിക്ക് ആ കഴിഞ്ഞു പോയത് ആലോചിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റിക്കവർ ആവാൻ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ വരെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മെന്റൽ അത്രയും എനിക്ക് വിഷമമായിരുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതായത് എൻ്റെ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടോ എനിക്കൊരു അസുഖം വന്ന് എന്നെ ചികിത്സിക്കണം, എന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ മുതലെടുക്കണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അവരുടെ മകനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതെല്ലാം വിരോധമാക്കി മാറ്റി എന്നെ ഒരു എന്താ പറയാ കുറ്റക്കാരിയാക്കി മാറ്റി, പലവടെയും എന്നെ ഒരു പ്രശ്നക്കാരിയാക്കി മാറ്റി. പോട്ടെ, അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. അങ്ങനെ ഞങ്ങളെ വീട് വിട്ടിറങ്ങിയതാണ്. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. വെറുതെ ഒരു ദേഷ്യം വൈരാഗ്യം വന്നു, പെട്ടെന്ന് അങ്ങോട്ട് വീട് വിട്ടിറങ്ങി പറയാൻ
അത്രയും നിങ്ങൾക്ക് കണ്ടപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയും, അത്രയും ബുദ്ധിയില്ലാത്ത ഒരാളൊന്നും അല്ല ഞാൻ. തക്കതായ കാരണങ്ങളുണ്ട് ആ വീട് വിട്ടിറങ്ങാൻ, തക്കതായ കാരണങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട് അവിടെ വിട്ട് ഇറങ്ങാൻ. പക്ഷെ മറ്റ് ബന്ധുക്കള് അറിഞ്ഞവരും പാടെ എൻ്റെ കാനം ഒറ്റപ്പെടുത്തി. അത് എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാം, അവിടുത്തെ കാരണം എന്താണെന്ന്. പക്ഷെ അത് അറിഞ്ഞവരും പോലും എന്താ പറയാ, ഒരു പെണ്ണിനെ അങ്ങോട്ട് പറയാൻ കിട്ടിയില്ലേ, പറയാൻ കിട്ടിയ ഒരു അവസരം പറഞ്ഞിട്ട് അങ്ങോട്ട് ഏറി അങ്ങോട്ട് പറഞ്ഞു. പോട്ടെ, പറഞ്ഞോട്ടെ. എന്തായാലും അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരേ ഒരു മറുപടി ഈ ഇരിക്കുന്ന ആളാ. ഈ ഇരിക്കുന്ന ആള് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങും 3 ആള് പിടിച്ചിട്ടാണ് എൻ്റെ കാനെ കൊണ്ടുവന്നത്. 3 ആള് പിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇന്ന് എൻ്റെ കാന ആരും പിടിക്കണ്ട. അപ്പം ആരുമില്ല കൂടെ. തമ്പനയിൽ എഴുതിയ പോലെ തന്നെ ആരുമില്ല എൻ്റെ കൂടെ. ഒറ്റപ്പെട്ടു, തികച്ചും ഞാൻ ഒറ്റപ്പെട്ടു. പക്ഷെ ഒരാളുണ്ടായിരുന്നു, മുകളിലുള്ള ആള് പടച്ചവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒട്ടും, അത് പല രൂപത്തിലായിരുന്നു. അതെനിക്ക് അതായത് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല, ചിലത് നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ പറഞ്ഞങ്ങോട്ട് ആർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ സാഹചര്യം. പടച്ച റബ്ബ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ എന്താ പറയാ, ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഒന്നുമല്ല. നിങ്ങളെ ഓരോ കമന്റുകൾ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഓരോ കാര്യത്തിലുണ്ട്. എല്ലാം കൊണ്ടും ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് അല്ല. പക്ഷെ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയാണ്. അല്ലാതെ ഒരു വീഡിയോസിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഒരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു വരുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ഒരു വിശ്വാസം, പടച്ച റബ്ബ് ആദ്യം നോക്കുന്നത് ഏതൊരു മനുഷ്യനായാലും അവരുടെ കൽബിലേക്കായിരിക്കും. അതെനിക്കൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് പടച്ച റബ്ബിന്റെ കാവൽ എനിക്കുണ്ടായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എനിക്ക്. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ വിടാം. ഇന്നത്തെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ലവ് മാരേജ് ആണ്. 2008 ഞങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 2025 അൽഹംദുലില്ലാ ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു. പിന്നെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന പോലെ പിണക്കും ഇണക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇന്ന് ഇവിടെ വരെ എത്തി. പക്ഷെ ഒരു വിഷമം മാത്രം, ഇന്ന് ഞങ്ങൾ സന്തോഷത്തിലല്ല. ഈ കാണുന്ന ചിരിച്ച മുഖമല്ല ഞങ്ങളുടെ ഉള്ളിൽ വളരെ വളരെ പ്രയാസത്തിലാണ്, ഒരുപാട് പ്രയാസത്തിലാണ്. കരയുന്നില്ല, കാരണം ചിരിച്ച റഷീനാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അങ്ങനെയാണ്, അങ്ങനെ തന്നെ ആവട്ടെ. ഇന്ന് ഞങ്ങൾ സന്തോഷത്തിലല്ല. അതായത് 2022 വരെ ഞങ്ങളുടെ ലൈഫ് നല്ല സന്തോഷത്തിലായിരുന്നു പോയത്, നല്ല സന്തോഷത്തിലായിരുന്നു. 2022 വരെയും പോയത്. 2022 അപ്പുറം ഞങ്ങൾ ഒട്ടും സന്തോഷത്തിലല്ല. എന്താ പറയാ, അവിടെ ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ സമാധാനിക്കുന്നത്, ഞാൻ ഇങ്ങനെ നടക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, സംസാരിക്കുന്നത് എല്ലാം ഒറ്റക്കാര്യം. എൻ്റെ വാപ്പ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഇതാവുമ്പോൾ നമ്മളെ പറ്റി ചിന്താക്കിയാതെ നമ്മുടെ താഴെയുള്ളവയെ പറ്റി ചിന്തിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇത്രയല്ലേ പഠിച്ചൊന്നുള്ളൂ. ഇതിനേക്കാളും പ്രയാസം അനുഭവിക്കുന്ന, ഇതിനേക്കാളും വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. രോഗങ്ങളാണെങ്കിലും ഇതിനേക്കാളും ഭയാനകമായി നമ്മൾ വീഡിയോസ് കാണുന്നതല്ലേ, ഓരോ ദിവസങ്ങളില് സോഷ്യൽ മീഡിയ തുറന്ന കാണുന്നതല്ലേ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ പടച്ചവൻ നമുക്ക് ഇത്രയല്ലേ തന്നുള്ളൂ. ആ സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്. പിന്നെ മുന്നോട്ടുള്ള ജീവിതമാണെങ്കിലും എന്താണെങ്കിലും ലൈഫിൽ പടച്ചറപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നതാണ്. അത് അതിൻ്റെതായ സമയമാകുമ്പോൾ എന്തായാലും വന്നുകൊണ്ടിരിക്കും. ആ സമാധാനത്തിലാണ് മുന്നോട്ട് പോകണം. അപ്പൊ കരയുന്നില്ല. റഷീന ചിരിച്ചിട്ട് തന്നെ ആവട്ടെ. അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്താണ് ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയൊന്നല്ല, സംസാരിക്കാൻ തുടങ്ങിയ നിർത്താത്ത ഒരാളാണ്. പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ കാക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നതാണ്. അപ്പൊ അത്രയ്ക്കുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയൂ. ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ടാറ്റ ബൈ ബൈ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.